ഉം. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ K4ന്റെ ആദ്യത്തെ ലൈവാണത്. അപ്പോൾ നമ്മൾ പല മൊഡ്യൂളുകൾ, പല പോർഷൻസ് നമ്മൾ എന്താണ് ഓൺലൈനായിട്ട് ചെയ്തു. ഓക്കെ, ഹായ് സജിമോൾ ഷാ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദി ഉപന്യാസമാണ്. അപ്പോൾ ഹിന്ദി ഉപന്യാസം നിങ്ങൾക്കറിയാം, ഹിന്ദി സാഹിത്യത്തിലെ വിധകളുണ്ട്, ഹിന്ദി കഹാനി ഉണ്ട്, ഹിന്ദി കവിതയുണ്ട്, ഹിന്ദി നാടകമുണ്ട്, അതുപോലെ ഹിന്ദി ഉപന്യാസം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദി ഉപന്യാസമാണ്. അപ്പോൾ എല്ലാവരും പതിയെ പതിയെ എന്താണോ ഇതിലേക്ക് കടന്നു വരിക, ലൈവിലേക്ക് വരിക. ഇനിയും കയറാത്തവർക്ക് നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർ ലൈവിലേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് പതിയെ ഓരോരുത്തർ കയറുന്നത് രീതിയിൽ നമുക്ക് ലൈവ് സെഷൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഇതിൻ്റെ ലൈവിൻ്റെ ഇത് കൊടുക്കുക. ഇപ്പോൾ കേട്ടറ്റ് 4ന്റെ ലൈവാണ്, ഹിന്ദി ഉപന്യാസമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പതിയെ പതിയെ എല്ലാവരും കയറി വരട്ടെ. ഓക്കെ, അപ്പോൾ 7-8 പേരായിട്ടുണ്ട്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ലൈവില് നമുക്ക് ഹിന്ദി ഉപന്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഹായ് അഭിനവ്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പതിയെ പതിയെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാവുന്നതാണ്. റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡിയാണെന്ന് പറയാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹായ് സോഫിയ, ഹായ്. റെഡിയാണ്. ഓക്കെ, അപർണ റെഡിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹിന്ദി ഉപന്യാസ് ആണ് ഇന്ന് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല വരുന്നത്. അപ്പോൾ വളരെ എന്താണ്, ഹായ് ജുന. അപ്പോൾ വളരെയധികം എന്താണ് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരാറില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സാഹിത്യ ചോദ്യങ്ങളാണ് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇതിലൂടെ നമുക്കത് സ്വായത്തമാക്കാനായിട്ട് കഴിയും. അപ്പോൾ എനിവേ ഞാൻ ഹിന്ദി ഉപന്യാസിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ പെഹല ജോ സവാൽ ഹെ, ദേവകി നന്ദൻ ഖത്രി കാ ഉപന്യാസ് ചന്ദ്രകാന്ത കിസ് ശ്രേണി കാ ഉപന്യാസ് ഹെ. അപ്പോൾ ദേവകി നന്ദൻ ഖത്രിയുടെ നോവലായിട്ടുള്ള ചന്ദ്രകാന്ത ഏത് ശ്രേണിയിൽ വരുന്ന നോവലാണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരാം. സാമാജിക് ഉപന്യാസ്, ജാസൂസി, തിലസ്മി, റോമാനി. അപ്പൊ ഈ 4 ഏതിലാണ് നമ്മുടെ ഈ ചന്ദ്രകാന്ത എന്ന നോവല് അത് എഴുതിയ ആളാണ് ദേവകി നന്ദൻ ഖത്രി. അപ്പോൾ അത് ഏത് ശ്രേണിയിൽ വരുന്നു, ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ശ്രേണിയിൽ വരുന്നു എന്നതാണ് ചോദ്യം. നിങ്ങളുടെ ഓപ്ഷൻസ് കമന്റ് രൂപത്തിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളപ്പോ അറിയാം, തുടക്കകാലത്ത് എന്താണ് സാമാജിക്, ജാസൂസി എന്നൊക്കെ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സി ആണ് മാർക്ക് ചെയ്ത ആരാണ്, അഭിനവാണ് ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റുള്ളവരുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സി തന്നെയാണോ ഇനി അഥവാ മറ്റു വല്ല ഓപ്ഷൻസ് കൂടി ഉണ്ടോ എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപർണ സി പറഞ്ഞിട്ടുണ്ട്, ജുന ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ബി എന്ന് പറയുമ്പോൾ ജാസൂസി എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം കറക്റ്റ് എന്താണ്, ഏതാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അഞ്ജു ലളിത ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഓരോരോ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ
ഉത്തരം വരുന്നത് സി തന്നെയാണ്, തിലസ്മി അയ്യാരി. അപ്പൊ നമ്മൾ തിലസ്മി അയ്യാരി എന്നാണ് ഇതിനെ പറയുന്നത് അല്ലെ. അപ്പോ ദേവകീനന്ദൻ ഖത്രി ഈ തിലസ്മി അയ്യാരി നോവലുകളുടെ എല്ലാം പ്രവർത്തക് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചന്ദ്രകാന്ത എന്ന നോവല്, ചന്ദ്രകാന്ത സന്തതി. അപ്പൊ ചന്ദ്രകാന്ത 1888 ഇറങ്ങിയത്. അതേസമയം ചന്ദ്രകാന്ത സന്തതി ആണെങ്കിൽ 1996 ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അതായത് അത്രയും എന്താണ് പാട്ടായിട്ട് ഇറങ്ങിയാണ് അങ്ങനെ വരുന്നത്. അപ്പൊ 1890 അല്ല, എന്താണ് 1896. അപ്പോ ചന്ദ്രകാന്ത തിലസ്മി അയ്യാരി നോവലുകളുടെ ഒരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഭാഗ്യവതി ഉപന്യാസ് കിസ്കി കൃതി ഹെ, അല്ലെ. ഭാഗ്യവതി എന്ന നോവല് ആരുടേതാണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് തരുന്നതിന് മുമ്പ് തന്നെ പല ആളുകൾക്കും അറിയായിരിക്കും അല്ലെ. ഭാഗ്യവതി എന്താണ് ഹിന്ദിയിലെ ആദ്യത്തെ നോവൽ എന്ന ഇതില് ചർച്ചകളിൽ വരുന്ന ഒന്നാണ് ഭാഗ്യവതി. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബാലകൃഷ്ണ ഭട്ട്, ശിവപ്രസാദ്, സിത്താര ഹിന്ദ്, ശ്രദ്ധാറാം ഭില്ലൗരി, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. അപ്പൊ ഇതില് ഭാഗ്യവതി ആരുടെ നോവലാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ആദ്യം മാർക്ക് ചെയ്ത് ഷിഫാനയാണ്, സി ആണ്. ശ്രദ്ധാറാം എന്ന് അടുത്ത ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. അഭിനവ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഭാഗ്യവതി അല്ലെ. അതുപോലെ നവീൻ കുട്ടൻ, ഓക്കെ, നവീൻ കുട്ടൻ ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഓപ്ഷൻ സിയിലാണ് എത്തിയിരിക്കുക. അപ്പൊ ഭാഗ്യവതി എന്താണ് എന്ന നോവല് ആരുടെ കൃതി എന്ന ചോദ്യത്തിനാണ് ഇപ്പോ 4 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഷിഫാന, പാരന്റിങ്, അഭിനവ്, നവീൻ. അപ്പോ ഇതില് ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സി എന്ന രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. കറക്റ്റ് ആണ്, ശ്രദ്ധാറാം ഭില്ലൗരിയാണ് ഇതിന്റെ ഉത്തരം അല്ലെ. ഭാഗ്യവതി ഉപന്യാസ് കിസ്കി കൃതി ഹെ, ശ്രദ്ധാറാം ഭില്ലൗരി എന്ന നോവലിസ്റ്റിന്റെ കൃതിയാണ് ഭാഗ്യവതി എന്ന് പറയുന്നത്. ഓക്കെ അപർണ, അപ്പൊ സി തന്നെയാണ് ഉത്തരം, ശരിയായ ഉത്തരം. അപ്പോ ഇത് ഏത് തരം നോവലാണ്? ഉപദേശ് പ്രധാൻ സാമാജിക് ഉപന്യാസ് അല്ലെ. ഉപദേശ പ്രധാനമായ ഒരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള നോവലാണ്, അല്ലെങ്കിൽ അതിൽ ആ ഗണത്തിൽ വരുന്ന ഒന്നാണ് എന്ത്, ഈ ഭാഗ്യവതി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, ഡോക്ടർ വിജയ് ശങ്കർ മല്ല് അല്ലെ. അപ്പൊ ഡോക്ടർ വിജയ് ശങ്കർ മല്ല് എന്ന് പറയുന്ന ആള് ഈ നോവല് ഹിന്ദിയിലെ ആദ്യത്തെ നോവൽ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. പെഹ്ല ഉപന്യാസ് കി സജ്ഞ ഇസ്നെ ദി ഹെ അല്ലെ. അപ്പൊ ഭാഗ്യവതി എന്ന് പറയുന്നത് ശ്രദ്ധാറാം ഭില്ലൗരിയുടെ നോവലാണ്, എഴുതിയ നോവലാണ്. അതുപോലെ തന്നെ ഹിന്ദിയിലെ ആദ്യത്തെ നോവൽ ഗണത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതില് ആരാണ്, നമ്മുടെ ഡോക്ടർ വിജയ് ശങ്കർ മല്ല് എന്ന ആളാണ് ഇത് എന്ത് ഭാഗ്യവതി ഹിന്ദിയിലെ ആദ്യത്തെ നോവൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അധ് ഖില ഫൂൽ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അധി എന്നാണ്, അധ് ഖില എന്നാണ് നമ്മൾ പറയാ. അധ് ഖില ഫൂൽ കിസ് പ്രകാർ ക ഉപന്യാസ്. അപ്പൊ അധ് ഖില ഫൂല് എങ്ങനെയുള്ള നോവലാണ് എന്നുള്ളതാണ്. അധ് ഖില ഫൂല് കിസ് പ്രകാർ ക ഉപന്യാസ്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. സാമാജിക്, തിലസ്മി, ജാസൂസി, ഐതിഹാസിക്. അപ്പൊ ഇതില് ഏത് ഗണത്തിലാണ് അധ് ഖില ഫൂൽ എന്ന നോവല് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം വരുന്നതെന്ന് നോക്കാം. അധ് ഖില ഫൂൽ കിസ് പ്രകാർ ക ഉപന്യാസ് ഹെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യന്റെ നമ്പർ കൂടി ഇട്ടിട്ട് കമന്റ് ചെയ്യുക. കാരണം അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. അപ്പോ അധ് ഖില ഫൂൽ, അധ് ഖില ഫൂൽ എന്നത് ഏത് തരത്തിലുള്ള നോവലാണെന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം അഭിനവാണ്, എ ആണ് മാർക്ക് ചെയ്ത സാമാജിക. അതുപോലെ റഷീന എന്ത് ചെയ്യുക, മൂന്നാമത്തേത് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ അഞ്ജു എ എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു.
എന്ന ഓപ്ഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ വരിക. ഓക്കെ, എ ആണ് അപർണ ലീമ എ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. സാമാജിക് എന്താണ് ശരിയായ ഉത്തരം? അഥഖില ഫൂൽ ഒരു സാമാജിക് ഉപന്യാസാണ്. അത് 1907 1907 എന്ത് പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോ എന്താണ് അഥഖില ഫൂൽ ആണ് ഒരു സാമാജിക് ഉപന്യാസ് ആണ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം ഇതാണ്. ठेठ हिंदी का ठाठ അല്ലെ, ठेठ हिंदी का ठाठ ഉപന്യാസ് കെ ലേഖക്. ഇത് പലരും കേട്ട് കാണുന്ന നോവലാവും, നിങ്ങൾ പഠിച്ചിട്ടുള്ള നോവലാണ്. അപ്പോ ठेठ हिंदी का ठाठ ആരുടേതാണെന്നാണ് നോക്കാം. മഹാവീർ പ്രസാദ് ദ്വിവേദി, ബാലകൃഷ്ണ ഭട്ട്, അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരി ഔധ്, മൈഥിലി ശരൺ ഗുപ്ത. ഈ 4 പേരില് ആരുടേതാണ് ठेठ हिंदी का ठाठ എന്ന നോവൽ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, പെട്ടെന്ന് കമന്റ് ചെയ്ത് പോവുക. ഓക്കെ, 5 ആദ്യം കമന്റ് ചെയ്തു. 4ാമത്തെ സി അയോധ്യ സിംഗ് ഉപാധ്യായ ഹരി ഔധ് എന്നാണ് പറയുന്നത്. പിന്നീട് ആരാണ്? അഭിനവ് 4ാമത്തെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അയോധ്യ സിംഗ് ഉപാധ്യായ ഹരി ഔധ് തന്നെയാണ്. റഷീന സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ലീമ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔധിന്റെ നോവലാണ് എന്ത് ठेठ हिंदी का ठाठ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 1899 ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ആവുന്നത്. 1899 അതുപോലെ ഇതിനെ നമ്മൾ മുഹാവരോം കാ പാഠ്യ പുസ്തക് കഹാ ഗയാ ഹൈ. അപ്പൊ ഇതിനെ നമ്മൾ വിളിച്ചത് എന്താണ്? മുഹാവരോം കാ പാഠ്യ പുസ്തകം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ठेठ हिंदी का ठाठ ठेठ हिंदी का ठाठ എന്നത് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔധിന്റേതാണ്. ഇനി 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം, ബാൺ ഭട്ടി കി ആത്മകഥ ഉപന്യാസ് കെ ലേഖക്. ബാൺ ഭട്ടി കി ആത്മകഥ ഉപന്യാസ് കെ ലേഖക് അതാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾ എഴുതുക. ബാൺ ഭട്ടി കി ആത്മകഥ. അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരാം 5ാമത്തെ ചോദ്യത്തിന്റെ. നോക്കാം. ബാലകൃഷ്ണ ഭട്ട്, രാംചന്ദ്ര ശുക്ല, ഹസാരി പ്രസാദ് ദ്വിവേദി, അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരി ഔധ്. അപ്പോ ബാൺ ഭട്ടി കി ആത്മകഥ നിങ്ങൾ കേട്ടിട്ടുള്ള നോവലാണ്. അപ്പൊ അത് ആര് എഴുതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ബാലകൃഷ്ണ ഭട്ട് ഉണ്ട്, രാംചന്ദ്ര ശുക്ല ഉണ്ട്, ഹസാരി പ്രസാദ് ദ്വിവേദി ഉണ്ട്, അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരി ഔധ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്ത് വരിക. ഓക്കെ, അഭിനവ് സി ആണ് പറഞ്ഞിരിക്കുന്നത്, ഹസാരി പ്രസാദ് ദ്വിവേദി. അഞ്ജു എന്താണ് സി പറഞ്ഞിരിക്കുന്നു. റഷീന ബി ആണ്, രാംചന്ദ്ര ശുക്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഷിഫാല 5ാമത്തെ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹസാരി പ്രസാദ് ദ്വിവേദി. അപ്പോ എന്താണ് ഷിഫാനയും എന്താണ് സി എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സോഫിയ പക്ഷേ ബി എന്ന് രാംചന്ദ്ര ശുക്ല. അപ്പൊ 2 പേര് രാംചന്ദ്ര ശുക്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബാക്കി എല്ലാവരും എന്താണ് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിയാണോ നമുക്ക് നോക്കാം. ഹസാരി പ്രസാദ് ദ്വിവേദി ആണ് കറക്റ്റ് ഉത്തരം. ബാൺ ഭട്ടിക്ക് ആത്മകഥ ആരുടെയാണ്? ഹസാരി പ്രസാദ് ദ്വിവേദിയുടേതാണ്. അപ്പൊ അത് 1946 എഴുതപ്പെട്ടിട്ടുള്ളത്, 1946. അതുപോലെ നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ മറ്റു നോവലുകളുടെ പേരാണ് എന്ത്? ചാരു ചന്ദ്രലേഖ. ചാരു ചന്ദ്രലേഖ് 63. അതുപോലെ പുനർനവ 973. ആനാം ദാസ് ക പോഥ 76. അപ്പൊ ഇത്രയുമാണ് ആരുടെ? ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നോവലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ബാൺ ഭട്ടിക്ക് ആത്മകഥ 46, അതുപോലെ
ചാരു ചന്ദ്രലേഖ് എത്രയാ 63, പുനർനവ 73, അനാംദാസ് കപോഥ 76. ഓക്കെ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. നോവലുകളുടെ പേരുകൾ ഇറക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ചോദിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം എന്താണ്? इनमें से कौन सा उपन्यास പത്രാത്മക ശൈലി में लिखा गया है? ഇതില് താഴെ തന്നിരിക്കുന്നതിൽ ഏത് നോവലാണ് പത്രാത്മക ശൈലി, അല്ലെ? പത്രാത്മക ശൈലി നിങ്ങൾക്ക് അറിയാൻ കഴിയുമായിരിക്കും. അപ്പൊ ആ ഒരു ശൈലിയിൽ എഴുതിയ നോവൽ ഏതെന്നാണ് നോക്കാം. ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത്, പരഖ്, ചിത്രലേഖ, നിർമ്മല. അപ്പൊ ഇതില് ഏതാണെന്ന് നിങ്ങൾ പറയാ. ചന്ദ് ഹസീനോ കെ ഖത്തൂത്താണോ, അതോ പരഖാണോ, ചിത്രലേഖയാണോ, നിർമ്മലയാണോ എന്ന് നിങ്ങൾ പറയുക. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് വരിക. ആറാമത്തെ ചോദ്യത്തിന്റെ കമന്റ് ആണ്. അപ്പോ ആറാമത്തെ ചോദ്യത്തിന് 5 ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ആരെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഭിനവ് ആറാമത്തെ എ എന്നാണ്. ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത്. ഓക്കെ, നോക്കാം. ഇനിയും നിങ്ങൾ എന്താണ് കമന്റ് ചെയ്ത് വരിക. ഓക്കെ, ഷിഫാന എ, റഷീന റഫി സി ആണ് മാർക്ക് ചെയ്ത ചിത്രലേഖ. ഇതില് കറക്റ്റ് വരുന്നത് ഏതാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഷബീല ഹായ്. അപ്പൊ ഇതില് കറക്റ്റ് വരെ നമുക്ക് നോക്കാം. ഉത്തരം ഏതാണ്? ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത്. അപ്പൊ ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് ആണ് പത്രാത്മക ശൈലിയിൽ എഴുതിയ നോവല്. ഇത് ആരുടേതാണെന്ന് ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ? ഈ നോവല് ആരുടെ നോവലാണെന്ന്? അപ്പോ ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് കിസ്കി രചന ഹേ, കിസ്ക ഉപന്യാസ് ഹേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും എന്താണ് കമന്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് അറിവുകൾ എന്താണ് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ഷെയർ ചെയ്ത് പോവുക. അപ്പോൾ ഇത് ആരുടേതാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇല്ല, നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ജസ്റ്റ് പറയാം ആരുടേതാണെന്ന്. ഓക്കെ, അപ്പോ ഇത് ആരുടെയാണ്? ഈ ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് ആരുടേതാണ്? ബേച്ചൻ ശർമ്മ ഉഗ്ര, അല്ലെ? പാണ്ഡെ ബേച്ചൻ ശർമ്മ ഉഗ്രിൻ്റെതാണ് ഏത്? ഈ പറയുന്ന ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് എന്ന് പറയുന്നത്. കാരണം ഇത് എന്താണ് സർവപ്രഥം പത്രാത്മക ശൈലി മേം അല്ലെങ്കിൽ പ്രവിധി കാ പ്രവർത്തൻ കിയ. അപ്പൊ ബേച്ചൻ ശർമ്മ ഉഗ്ര പത്രാത്മക ശൈലി ആദ്യമായി കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് ആ രീതിയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? ദില്ലി കാ ദലാൽ, അത് 1927 അതുപോലെ എന്താണ് ബുധുവാ കി ബേട്ടി, ബുധുവാ കി ബേട്ടി 1928 ബുധുവാ കി ബേട്ടി. അതുപോലെ ശരാബി, അത് 1930 930. അപ്പൊ ഏതെല്ലാമാണ്? ദില്ലി കാ ദലാൽ, ബുധുവാ കി ബേട്ടി, ശരാബി. അപ്പോ ഈ 3 നോവലുകളും പ്രധാനപ്പെട്ട ആരുടേതാണ്? ബേച്ചൻ ശർമ്മ ഉഗ്രിന്റെ നോവലുകളാണ്. ഏതെല്ലാം? ദില്ലി കാ ദലാൽ. അപ്പൊ ചന്ദ് ഹസീനോ കെ ഖത്തൂത്ത് നമ്മൾ നോക്കി. ഇനി ദില്ലി കാ ദലാൽ, ബുധുവാ കി ബേട്ടി, ശരാബി. അപ്പൊ ഈ 3 പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യമാണ് ഭാരത് കെ വിഭാജൻ കി ത്രാസദി കാ ചിത്രൻ കർണേ വാല ഉപന്യാസ്. അപ്പോ ഇന്ത്യയിലെ വിഭാജൻ ചിത്രീകരിച്ച നോവല് ഏതെന്നാണ്? ഓപ്ഷൻസ് ഞാൻ തരാം. ശേഖർ ഏക് ജീവനി, തമസ് വേ ദിൻ, ദൂസരി ബാർ. അപ്പൊ ഇതില് 4 ഏതാണ്? ഏത് വിഭാജൻ കി ത്രാസദി പറയുന്ന നോവൽ എന്ന് പറയുന്നത് ഏതെന്നുള്ളതാണ്. ഓക്കെ, ഏഴാമത്തെ ഏതാണ്? ബി, അല്ലെ? തമസ് എന്ന് ആര് പറയുന്നു? 5 പറയുന്നു.
അപ്പോ ഏഴാമത്തെ ബി എന്ന് പറയുന്നു. വേറെ ആരെങ്കിലും? അതെ, അഭിനവ് തമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തമസിലേക്കാണ് എല്ലാവരും എത്തുന്നത് അല്ലെ. ഭാരത് കി വിഭാജൻ കി ത്രാസദി അല്ലെ. അപ്പോ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ വിഭാജനത്തിന്റെ ഡിവിഷന്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ട്രാജഡി നോവലിൽ പകർത്തി എഴുതിയ ആളാണ് ആര് എന്ന് നമുക്ക് നോക്കാം ആരാണെന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കാം ശരി ഉത്തരം ഏതാണ് നമുക്ക് നോക്കാം. ശരി ഉത്തരം തമസ് ആണ്. ഭീഷ്മ സാഹനിക ഉപന്യാസേ തമസ് അല്ലെ. അപ്പൊ തമസ് എന്ന ആരുടെ നോവലാണ്? ഭീഷ്മ സാഹനിയുടെ നോവലാണ്. ഓക്കെ, അപ്പൊ ഭീഷ്മ സാഹനിക ഉപന്യാസേ തമസ് ഇത് 1973 1973 പബ്ലിഷ് ചെയ്തിറങ്ങിയത്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു നോവലുകളാണ് ഏതെല്ലാം? ചരോഖ, കടിയാം, വസന്തി, മയ്യദാസ് കി മാടി, കുന്തോ, നീലു, നീലിമ, നീലോഫർ. ഏതെല്ലാമാണ്? നിങ്ങൾ കേട്ട നോവലുകൾ തന്നെയാണ്. ഏതെല്ലാമാണ്? ചരോഖ 1967, കടിയാം 1970, വസന്തി 1980, മയ്യദാസ് കി മാടി 1988, അതുപോലെ കുന്തോ 1993, നീലു, നീലിമ, നീലോഫർ 2000 ഇറങ്ങിയ നോവലുകളാണ്. അപ്പോ ഇത്രയും നോവലുകൾ ആരുടേതായിട്ടുണ്ട്? ഭീഷ്മ സാഹനിയുടേതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്: പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് കോ ഗ്രാമീൺ ജീവൻ और കൃഷക് സംസ്കൃതി का മഹാകാവ്യ കഹാ ഗയാ ഹെ അല്ലെ. അപ്പൊ പ്രേംചന്ദിന്റെ ഏത് നോവലിനെയാണ് ഗ്രാമീൺ ജീവൻ और കൃഷക് സംസ്കൃതി का മഹാകാവ്യ എന്ന് വിളിച്ചിട്ടുള്ളത് എന്നാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഏതാണ്? किस उपन्यास को ग्रामीण जीवन और कृषक संस्कृति का महोत्सव कहा गया है അല്ലെ. അപ്പൊ കൃഷക് സംസ്കൃതി എന്നൊക്കെ പറയുമ്പോൾ നേരെ എന്താണ് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അപ്പോ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻസ് എന്താണ്? പ്രേമാശ്രം, ഗോദാൻ, രംഗഭൂമി, കർമ്മഭൂമി അല്ലെ. അപ്പൊ ഓപ്ഷൻസ് എന്താണ്? പ്രേമാശ്രം ഉണ്ട്, ഗോദാൻ ഉണ്ട്, രംഗഭൂമി ഉണ്ട്, കർമ്മഭൂമി ഉണ്ട്. അപ്പൊ ഇതില് ഏതാണ് ശരിയായ ഉത്തരം എന്ന് നിങ്ങൾ പറയുക. അപ്പോ എട്ടാമത്തെയാണ്. ആരാണ് ആദ്യം? അഞ്ചു ബി ആണ് പറഞ്ഞിരിക്കുന്ന ഗോദാൻ. ഷിഫാന ബി, അഭിനവ്, മുരളീധരൻ ഗോദാൻ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഗോദാൻ എന്നതിലേക്കാണ് എല്ലാവരും എത്തുന്നത്. യെസ്, നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. കറക്റ്റ് ആണ്, ഗോദാനാണ് ശരിയായ ഉത്തരം അല്ലെ. ഗോദാൻ 1936 ഇറങ്ങിയ നോവലാണ്. അത് ഈ പറഞ്ഞ പോലെ ഗ്രാമീണ ജീവൻ എന്ന് മാത്രമല്ല, കർഷക് അല്ലെ, കിസാൻ സമസ്യ കോ ഉജാഗർ കർനെ വാല പ്രേംചന്ദ് का एक ഉപന്യാസ് ആണ്. അപ്പോ ഗോദാനെ പറ്റി നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇനി നമ്മള് കൂട്ടത്തില് എന്താണ് നോക്കാം. പ്രേമാശ്രം എന്ന നോവല് അല്ലെ. പ്രേമാശ്രം ഏത് വർഷമാണ്? 1922 അതിന്റെ പ്രത്യേകത എന്താണ്? ഔപനിവേശിക് ശാസൻ മേ ജമീന്ദാർ और किसानों के संबंध का चित्रण അല്ലെ. അപ്പോ തുടക്കകാലത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അകഞ്ഞു മാറ്റി മുന്നോട്ട് വന്നു അല്ലെ. അപ്പൊ ഔപനിവേശിക് ശാസൻ മേ ജമീന്ദാർ और किसानों के संबंध का ചിത്രം. പിന്നെ വരുന്ന നോവലാണ് രംഗഭൂമി അല്ലെ. അപ്പൊ രംഗഭൂമി എന്താണ്? 1925 ഔദ്യോഗികരൺ കെ ദോഷ് പൂഞ്ചിപതിയോ കി ശോഷൺ നീതി അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷന്റെ ചില ദോഷങ്ങളും അതുപോലെ പൂഞ്ചിപതി അല്ലെ മുതലാളിത്ത വർഗത്തിന്റെ ശോഷൺ നീതിയെയും തുറന്നു കാട്ടുന്നു. ഇനി കർമ്മഭൂമിയാണെങ്കിലോ അത് 1933 1933 ഹിന്ദു മുസ്ലിം ഏകത അതിന് ബലം കൊടുത്ത ഒരു നോവലാണ്. ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: ഏക് നൗക്കർ കി കമീസ് കിസ്ക ഉപന്യാസ്. അപ്പൊ ഏക് നൗക്കർ ക കമീസ് എന്നത് ആരുടെ നോവൽ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മള് എസ്യാട്ടിലേക്കുള്ള ഒരു എഴുത്തുകാരന്റെ കവിയാണ് മെയിൻ ആയിട്ട് പുള്ളി. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാം ഒരു നോവലാണ് ഏക് നൗക്കർ കി
കമീസ് കിസ്ക ഉപന്യാസ് ഹെ. നോക്കാം, ഓപ്ഷൻസ് ഞാൻ തരാം. 9ാമത്തെ ഭഗവാൻ സിംഗ്, രവീന്ദ്ര വർമ്മ, രമേശ് ചന്ദ്ര ഷാ, വിനോദ് കുമാർ ശുക്ല. ഈ 4 പേരില് ആരാണെന്ന് എഴുതുക. അപ്പോ 9ാമത്തെ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ഇട്ട് പോകുക. 9ാമത്തേന് കമന്റ് ഇടുക. നിങ്ങൾ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോ ഭഗവാൻ സിംഗ്, രവീന്ദ്ര വർമ്മ, രമേശ് ചന്ദ്ര ഷാ, വിനോദ് കുമാർ ശുക്ല. ഈ 9 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 9ാമത്തെ എത്തിയപ്പോ എന്താണ് നിന്നോ നിങ്ങള്? അപ്പൊ 9ാമത്തേലേക്ക് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ആരുടേതാണെന്നുള്ള ഉത്തരം അറിയില്ലെങ്കിൽ ഓക്കെ. ഏക് നൗക്കർക്ക് കമീസ് എന്ന് പറയുമ്പോൾ ഒരു വേലക്കാരൻ എൻ്റെ അല്ല. 9 ഡി എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ്? ഷിഫാന. അതുപോലെ റഷീനയും ഡി എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, റഷീന എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ സിംഗ് ഏക് നൗക്കർക്ക് കമീസ്. അപ്പൊ ഇതൊരു നോവലിന്റെ പേരാണ്, ഏക് നൗക്കർക്ക് കമീസ് അല്ലേ? അപ്പൊ അത് ആരുടേതാണ്? ഇവിടെ 1-2 കമന്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഡി ആണ്, വിനോദ് കുമാർ ശുക്ല അല്ലെ? അപ്പൊ അത് കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് ആണ്. വിനോദ് കുമാർ ശുക്ലിന്റെ നോവലാണ് ഏക് നൗക്കർക്ക് കമീസ്. അപ്പോ അതില് എന്താണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ദഫ്തർ കാ പരിവേഷ്. അപ്പൊ ദഫ്തറിന്റെ പരിവേഷ് എഴുതപ്പെട്ട നോവലാണ് എന്ത്? വിനോദ് കുമാർ ശുക്ലിന്റെ ഏക് നൗക്കർക്ക് കമീസ്. അത് പേരിൽ തന്നെയുണ്ട്. അപ്പോ പിന്നെ ഒരു നോവലിന്റെ പേരാണ് ഖിലേഗ തോ ദേഖേംഗെ. 96-ലാണ് ഖിലേഗ തോ എന്താണ് ദേഖേംഗെ എന്നതാണ്. അപ്പോ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇൻമേ സെ കോൺസാ ഉപന്യാസ് നരേഷ് മെഹ്ത ദ്വാരാ ലിഖാ ഗയാ ഹൈ. അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ഏത് നോവലാണ് നരേഷ് മെഹ്ത എഴുതിയിട്ടുള്ള നോവൽ എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം നരേഷ് മെഹ്ത ഒരു കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നോവലൊന്നും എഴുതാനുള്ള ഒരു ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താണ്, അദ്ദേഹത്തിന് നോവലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ചീനി ചീനി ബീനി ചദരിയ, സബഹിം നച്ചാവത്, രാംസ് ഗുസായി, അപ്നെ അപ്നെ രാം, യഹ് പഥ് ബന്ധൂത്ത. അപ്പൊ ഇതില് നമ്മുടെ നരേഷ് മെഹ്ത എഴുതിയ നോവല് അപ്പൊ ഏതാണെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് പോവുക. 10ാമത്തെ ഏതാണ്? നരേഷ് മെഹ്ത ദ്വാര ലിഖാ ഗയാ ഹെ നോവൽ. അപ്പൊ നരേഷ് മെഹ്ത എഴുതിയ നോവൽ ഏതെന്നാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തുക. 10ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, അഭിനവാണ് ആദ്യം കമന്റ് ചെയ്ത 10ാമത്തെ ഡി, യഹ് പഥ് ബന്ധൂത്ത. യഹ് പഥ് ബന്ധൂത്ത എന്നുള്ളതാണ്. അപ്പോൾ അഭിനവ് കമന്റ് ചെയ്തിരിക്കുന്നു, ഇൻമേ സെ കോൺസാ ഉപന്യാസ് നരേഷ് മെഹ്ത ദ്വാരാ ലിഖാ ഗയാ ഹൈ. അപ്പോൾ 10ാമത്തെ ഡി എന്ന് അഭിനവ് മാത്രം മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കും കമന്റ് ചെയ്യാം, അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള നോവലുകൾ വേറെ ആളുകളെ ഏതാണെന്ന് അറിഞ്ഞാലും മതി. അപ്പൊ നമുക്ക് ഈ 10ാമത്തെ ഇതിലേക്ക് എത്താനായിട്ട് പറ്റും. എനിവേ നമുക്ക് ഉത്തരം നോക്കാം. എന്താണ്? യഹ് പഥ് ബന്ധൂത്ത അല്ലെ? യഹ് പഥ് ബന്ധൂത്ത എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതാരുടെ എഴുതിയതാണ്? നരേഷ് മെഹ്ത എഴുതിയതാണ്. നരേഷ് മെഹ്തയുടെ ഇതിലാണ് അല്ലെ? അപ്പോ യഹ് പഥ് ബന്ധൂത്തയാണ് കറക്റ്റ് ആൻസർ ആണ്. യഹ് പഥ് ബന്ധൂത്ത. ഓക്കെ, അപർണയും കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് മറ്റു നോവലുകൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ചീനി ചീനി ബീനി ചദരിയ. അത് ആരുടേതാണ്? അത് അബ്ദുൽ
ബിസ്മില്ലയുടെ നോവലാണ് അല്ലെ. അപ്പൊ നരേഷ് മെഹ്തയെ കുറിച്ച് ആദ്യം നമ്മൾ പറയുമ്പോൾ പുള്ളി എന്താണ്, കവിയാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ ദൂസ്ര സപ്തകിലെ കവിയാണ്, ദൂസ്ര സപ്തക് കാ കവി ഹേ. അതുപോലെ 1992 പുള്ളിക്ക് എന്ത് കിട്ടി, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അതുപോലെ 1988 സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു നോവലുകളുടെ പേരാണ് ഡൂബ്തേ മസ്തൂൽ, ധൂമകേതു ഏക് ശ്രുതി. അപ്പോ നരേഷ് മെഹ്ത എന്താണ്, കവിയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ യഹ് പഥ് ബന്ധൂത്ത എന്ന നോവലാണ്. അദ്ദേഹം ദൂസ്ര സപ്തകിലെ കവിയാണ്. അതുപോലെ 1992 ജ്ഞാനപീഠ പുരസ്കാരം അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും ഇതിൽ കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കൃതികൾ ഏതെല്ലാമാണ് നോക്കാം. ചീനി ചീനി ബീനി ചദ്രിയ. അപ്പൊ നോക്കാം, ചീനി ചീനി ബീനി ചദ്രിയ, അത് അബ്ദുൽ ബിസ്മില്ലയുടെ നോവലാണ്. പിന്നീട് സബഹീം നച്ചാവത്ത് രാം ഗുസായി അല്ലെ, എന്താണ്, സബഹീം നച്ചാവത്ത് രാം ഗുസായി, അതാരുടേതാണ്, ഭഗവതി ചരൺ വർമ്മയുടേതാണ്. ഭഗവതി ചരൺ വർമ്മ. ഓക്കെ, അപ്പോ ഭഗവതി ചരൺ വർമ്മയുടേതാണ് ഏത്, സബഹീം നച്ചാവത്ത് രാം ഗുസായി. ഇനി അപ്നെ അപ്നെ രാം ഉണ്ട് അല്ലെ. അപ്നെ അപ്നെ രാം ആരുടേതാണ്, ഭഗവാൻ സിംഗിന്റെ നോവലാണ്. അപ്നെ അപ്നെ രാം എന്ന് പറയുന്നത് ഭഗവാൻ സിംഗിന്റെ നോവലാണ്. ഓക്കെ, നമുക്കിനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ റെഡി ആയിട്ടിരിക്കുക. 11ാമത്തെ ചോദ്യം, ആലംഗീർ കിസ്ക ഉപന്യാസ് അല്ലെ. അപ്പൊ ആലംഗീർ എന്നത് ആരുടെ നോവലാണ്, ആലംഗീർ കിസ്ക ഉപന്യാസ് എന്നതാണ് ചോദ്യം. അപ്പൊ ആലംഗീർ എന്താണ്, ആരുടെ നോവലാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. രാംഗയ് രാഘവ് അല്ലെ, ഒന്ന് രാംഗയ് രാഘവ് ആണ്. പിന്നീട് അമൃത്ലാൽ നാഗർ ഉണ്ട്, ഹസാരി പ്രസാദ് ദ്വിവേദി ഉണ്ട്, പിന്നെ ചതുർസേൻ ശാസ്ത്രി ഉണ്ട്. അപ്പൊ ഇതില് ആരുടേതാണെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യുക. 11ാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരമാണ് വേണ്ടത്. അപ്പൊ ആലംഗീർ കിസ്ക ഉപന്യാസ്, രാംഗയ് രാഘവ് ഉണ്ട്, അമൃത്ലാൽ നാഗർ ഉണ്ട്, ഹസാരി പ്രസാദ് ദ്വിവേദി, ചതുർസേൻ ശാസ്ത്രി. 11ാമത്തെ ചോദ്യമാണ്. ഓക്കെ, കമന്റ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോ ഒരു 11ഓളം പേര് ഇപ്പൊ ലൈവില് ഉണ്ട്. അപ്പോ എന്തായാലും ഒരു കമന്റെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു, റെസ്പോണ്ട് ചെയ്യുക നിങ്ങള്. ഓക്കെ, കമന്റ് വന്നോ, 11ാമത്തെ കമന്റ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരങ്ങൾ അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് പോവുക. അപ്പോൾ 11ാമത്തെ ചോദ്യം ആലംഗീർ കിസ്ക ഉപന്യാസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ചതുർസേൻ ശാസ്ത്രി, 4ാമത്തെ ഓപ്ഷനായ ചതുർസേൻ ശാസ്ത്രിയുടേതാണ് ആലംഗീർ. അത് 1954 1954 എന്ത് അത് ഇറങ്ങിയത്. അതുപോലെ നമുക്ക് നോക്കാം, രാംഗയ് രാഘവ് കബ് തക് പുക്കാരോ എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ്, കബ് തക് പുക്കാരോ. അതുപോലെ അമൃത്ലാൽ നാഗറിന്റെ ബൂന്ദ് ഔർ സമുദ്രം ഒരു പ്രധാനപ്പെട്ട നോവലാണ് അല്ലെ. രാംഗയ് രാഘവിന്റെ ആണെങ്കിൽ കബ് തക് പുക്കാരോ. അതുപോലെ എന്താണ്, അമൃത്ലാൽ നാഗറിന്റെ ബൂന്ദ് ഔർ സമുദ്ര പ്രധാനപ്പെട്ട നോവലുകളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നമ്മൾ കണ്ടു, ബാൺ ഭട്ടിക്ക് ആത്മകഥ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി 12ാമത്തെ ചോദ്യമാണ്, കിസ് ഉപന്യാസ് മേ വ്യക്തി കി മൻ കി ശങ്കാവും ഉൽഛനോ ഓർ ഗുത്തിയോ കാ ചിത്രണം. അപ്പൊ ഏത് തരം നോവലിലാണ് വ്യക്തി മനസ്സിന്റെ ശങ്കകള്, ആശങ്കകള്, ദുഃഖങ്ങള്, ബുദ്ധിമുട്ടുകള് ഇതെല്ലാം വർണ്ണിക്കുന്ന അല്ലെങ്കിൽ വർണ്ണിക്കുന്ന. ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ ഞാൻ തരാം. പരഖ്, ഗോദ്, മാ, സംഘർഷ്. ഈ 4എണ്ണത്തില് ഏതാണ് ഈ പറയുന്നത്, കിസ് ഉപന്യാസ് മേ വ്യക്തി കെ मन की शंकाओं और
ഉൽച്ചന ഓർ ഗുത്തിയോं കാ ചിത്രൻ. പരക്കിലാണോ, ഗോദിലാണോ, മായിലാണോ, സംഘർഷിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇല്ലേ കമന്റില്ലേ? ഓക്കെ, 12ാമത്തെ എ എന്ന് മാർക്ക് ചെയ്ത ആരാണ്? അഞ്ജു. എ ആണ്, പരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കാം വേറെയും കമന്റുകൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. പരക്കെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ്? പരക്കാണ് ശരിയായ ഉത്തരം. ഓക്കെ, 12 അഭിനവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരക്കാണ് ശരിയായ ഉത്തരം. അപ്പൊ കിസ് ഉപന്യാസ് മേ വ്യക്തി കെ മൻ കി ശങ്ക ഉൽഛന ഓർ ഗുത്തിയോं का चित्रण है പരക്ക് എന്ന നോവലാണ്. പരക്ക് ആരുടേതാണ്? ജൈനേന്ദ്ര കുമാറിന്റെ നോവലാണ് പരക്ക്. 1929 പരക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ ഗോദ് ആരുടേതാണ്? സിയാറാം ശരൺ ഗുപ്തിന്റെ നോവലാണ്. അതുപോലെ മാ എന്ന നോവലും സംഘർഷ് എന്ന നോവലും ആരുടേതാണ്? വിശ്വംഭർനാഥ് കൗശിക്. അപ്പൊ 3 നോവലാണ് അദ്ദേഹത്തിന്റെ. മാ, ഭികാരിണി, സംഘർഷ്. അപ്പൊ ഈ 3ഉം എഴുതിയത് ആരാണ്? നമ്മുടെ വിശ്വംഭർനാഥ് കൗശിക് ആണ്. അപ്പോ കിസ് ഉപന്യാസ് മേ വ്യക്തിക്ക് മൻ കി ശങ്ക ഉൽഛന ഓർ ഗുത്തിയോं का चित्रण है, അത് പരക്കാണ്. അപ്പൊ ഗോദ് നാം പറഞ്ഞു, സിയാറാം ശരൺ ഗുപ്ത്. പരക്ക് ജൈനേന്ദ്ര കുമാർ. മാ ഓർ സംഘർഷ് ഏതാണ്? നമ്മുടെ വിശ്വംഭർനാഥ് കൗശിക് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം, ജാസൂസി ഉപന്യാസവും ക പ്രവർത്തൻ കിസ്നെ കിയാ താ. അപ്പൊ ജാസൂസി നോവലുകളുടെ എല്ലാം മെയിൻ ആള് ആരായിരുന്നു എന്നാണ്? പ്രവർത്തൻ ആരായിരുന്നു നോക്കാം. ദേവകീനന്ദൻ ഖത്രി, ഗോപാൽ രാം ഗഹ്മരി, ദുർഗാ പ്രസാദ് ഖത്രി, കിഷോരിലാൽ ഗോസ്വാമി. അപ്പൊ ഇത് ആരാണ്? ഏത് ജാസൂസി ഉപന്യാസങ്ങളുടെ നോവലുകളുടെ മെയിൻ ആള്, അതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പ്രവർത്തക് നോവലിസ്റ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പോ 13ാമത്തെ ഉത്തരം നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഉത്തരങ്ങൾ ഇടാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കമന്റ് ചെയ്യുക. 13ാമത്തെ ബി അല്ലെ? ബി എന്ന് പറയുന്നത് ആരാണ്? ബി എന്ന് പറഞ്ഞു പോയത് ആരാണ്? അതെ, അഞ്ജു ലളിത പറഞ്ഞു. ആദ്യം പറയുന്ന അഭിനവാണ് അല്ലെ? അഭിനവാണ് ആദ്യം എന്ത് പറയുന്നത് അല്ലെ? അപ്പോ അഭിനവാണ് എന്ത് ആദ്യം പറയുന്നത്. അപ്പോ യെസ്, 13 ബി. മാളവിക പറയുന്നു, സനയ്യ പറയുന്നു. അപ്പൊ ബി ആണ് എന്ത് ഉത്തരം എന്ന് പറയും. നോക്കാം. അപ്പൊ ഗോപാൽ രാം ഗഹ്മരി ശരിയായ ഉത്തരമാണ്. അപ്പൊ ജാസൂസി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റക്റ്റീവ് നോവലുകളാണ്. അപ്പൊ അതിന്റെ പ്രവർത്തൻ കിസ്നെ കിയ? ഗോപാൽ രാം ഗഹ്മരിനെ കിയ എന്ന് പറയാവുന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മറ്റു നോവലുകളാണ് നോവലുകളാണ് അൽഫുല്ലാഷ്, ബേകസൂർ കി ഫാസി, ഖൂനി, കോൻ. അപ്പൊ ഈ 3 നോവൽ മാത്രമല്ല, 5-6 നോവലുകളുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളാണ് എന്താണ്? അൽഫുദ് ലാഷ്, ബേകസൂർ കി ഫാസി, ഖൂനി, കോൻ. അപ്പൊ ഇത് 3 ഈ ഗോപാൽ ഗഹ്മരിയുടെ പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 14 എന്താണ്? ദേവകീനന്ദൻ ഖത്രി का उपन्यास ചന്ദ്രകാന്ത സന്തതി കിത്നെ ഭാഗോ മേ പ്രകാശിത് ഹുവ. അപ്പൊ ദേവകീനന്ദൻ ഖത്രിയുടെ നോവലായിട്ടുള്ള ചന്ദ്രകാന്ത സന്തതി എത്ര ഭാഗങ്ങളിലായിട്ടാണ് പബ്ലിഷ് ആയിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. 12, 24, 2, 8 അല്ലെ? അപ്പൊ ഈ 4 ഏതാണ് എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് നോക്കാം. 14ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കാം. അപ്പോ 14 അല്ലെ? 14ാമത്തെ ഇപ്പൊ പറയുന്നത് ആരാണ്? അപർണ ബി എന്ന് പറയുന്നു 24, അഭിനവ് 24 എന്ന് പറയുന്നു. അതുപോലെ എന്താണ്? അഞ്ജു 24, ഷിഫാന ബി ആണ് ഓപ്ഷൻ പറയുന്നത്. അപ്പൊ കറക്റ്റ് ആണ്. 24
ഡിവിഷൻസ് ആണുള്ളത്. ഏതിന്? ചന്ദ്രകാന്ത സന്തതിക്ക് 24 ഭാഗങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അത് എന്നാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 15ാമത്തെ ചോദ്യം, ദേഹാത്തി ദുനിയ കിസ് പ്രകാർക്ക് ഉപന്യാസം. ദേഹാത്തി ദുനിയ എന്ന് പറയുന്ന ഏത് ടൈപ്പ് നോവലാണ്? ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ऐतिहासिक, ആഞ്ചലിക്, മനോവൈജ്ഞാനിക്, സാമാജിക്. അപ്പോൾ ഏതൊക്കെയാണ്? ऐतिहासिक ഉണ്ട്, പിന്നെ ആഞ്ചലിക് ഉണ്ട്, മനോവൈജ്ഞാനിക് ഉണ്ട്, പിന്നെ സാമാജിക് ഉണ്ട്. അപ്പൊ ഇതിലേതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ദേഹാത്തി ദുനിയ എന്ന നോവല് ഏത് നോവൽ? ഐതിഹാസിക് നോവലാണോ, ആഞ്ചലിക് ആണോ, മനോവൈജ്ഞാനിക് ആണോ, അതുപോലെ സാമാജിക് ആണോ? അപ്പൊ ഇതിൽ കറക്റ്റ് ഏതാണെന്ന് നിങ്ങൾ പറയാ. 15ാമത്തെ ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല. 5:14 ബി എന്നിട്ടുണ്ട്. മേ ബി തെറ്റിപ്പോയതായിരിക്കാം. 15 ആയിരിക്കും ഉദ്ദേശിച്ചത്. 15 എന്താണ്? ആഞ്ചലിക എന്നാണ് ആര്? അഞ്ജു ലളിത പറഞ്ഞത്. ഓക്കെ, 15 ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് പോകാം. കറക്റ്റ് ആണ്, ആഞ്ചലികാണ് ദേഹാത്തി ദുനിയ. അപ്പൊ ഇതാരുടെയാണ് ദേഹാത്തി ദുനിയ? ശിവപൂജൻ സഹായ് 1926 എന്ത് ദേഹാത്തി ദുനിയ? അത് ശിവപൂജൻ സഹായാണ് എഴുതിയത്. അത് ഗോപാൽ റായ്ക്ക് അനുസാർ ആണ്. എന്ത്? ഗോപാൽ റായ്ക്ക് അനുസാർ ദേഹാത്തി ദുനിയ ആഞ്ചലിക് ഉപന്യാസ്. അപ്പോ ആ രീതിയിൽ എഴുതാം. ഓക്കെ, നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ഇൻമേ സെ കിസ് ഉപന്യാസ് में दहेज प्रथा और अनमेल विवाह के कारण होने वाले पारिवारिक विघटन का चित्रण किया है? അപ്പൊ ഏതാണ്? ദഹേജ് പ്രഥയും അന്മേൽ വിവാഹവും വിഷയമാക്കിയ നോവല് ഏതാണെന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അന്തിം ആകാംക്ഷ, പ്രേമാസ്ത്രം, നിർമ്മല, തിത്തലി. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ? മാർക്ക് ചെയ്യാ. ഏതിലാണ് ഇതിൽ ദഹേജ് പ്രഥയും അന്മേൽ വിവാഹവും വരുന്നത്? 16 സി സമീമ ആണ് കമന്റ് ചെയ്തത്. അഭിനവ് അതിനു മുമ്പേ കമന്റ് ചെയ്തു, ബി എന്ന് കമന്റ് ചെയ്തു. പ്രേമാശ്രം എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ചിലർ സി നിർമ്മല, അഞ്ജു നിർമ്മല, അപർണ നിർമ്മല, ഒക്കെ ഷിഫാന നിർമ്മല. അപ്പൊ നമുക്ക് നിർമ്മല പണ്ട് പഠിക്കാനൊക്കെ ഉണ്ടായിട്ടുള്ളൊരു നോവലാണ്, ചെറിയൊരു നോവലാണ്. അപ്പൊ അത് എന്താണ് ആണോ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്, 16ാമത്തെ സി നിർമ്മലയാണ് ശരിയായ ഉത്തരം. അപ്പൊ നിർമ്മല എന്നാണ് 1927 നിർമ്മല എന്താ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ പ്രേമാസ്ത്രം 1922 ആണ്, 1922. അതുപോലെ എന്താണ്? അന്തിം ആകാംക്ഷ, അത് സിയാറ ശരൺഗുപ്തിന്റെ നോവലാണ്. തിത്തലി ജയശങ്കർ പ്രസാദിന്റേതാണ് അല്ലേ? അപ്പൊ തിത്തലി എന്താണ്? ജയശങ്കർ പ്രസാദ്. ജയശങ്കർ പ്രസാദിന്റെ ഏതാണ്? കങ്കാൽ, തിത്തലി ഇരാവതിയാണ്. അപ്പോ അന്തിം ആകാംക്ഷ സിയാറാം ശരൺഗുപ്ത്, പ്രേമാസ്ത്രം നമ്മുടെ ആരുടെ? പ്രേംചന്ദിന്റെ തന്നെയാണ്, 1922 ഇറങ്ങിയതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതില് നിർമ്മലയാണ് ശരിയായ ഉത്തരം. ओके, इनी 17ാമത്തെ ചോദ്യമാണ്. മനോവൈജ്ഞാനിക് ഉപന്യാസകാരോं की परंपरा में किस उपन्यासकार की गणना नहीं की जाती? അപ്പോൾ താഴെ തന്നിരിക്കുന്നതില് എന്താണ്? മനോവൈജ്ഞാനിക് നോവലിസ്റ്റുകളുടെ ശ്രേണിയിലെ അവരുടെ പരമ്പരയിലെ ഏത് നോവലിസ്റ്റ് ആണ് ഉൾപ്പെടാത്തതെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ജൈനേന്ദ്ര, അജ്ഞേയ്, അമൃത റായ്, ഇലാചന്ദ്ര ജോഷി. ഈ 4 പേരിലെ മനോവൈജ്ഞാനിക ഉപന്യാസക്കാർ എന്ന് വിളിക്കാത്ത ആള് ആര് എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്.
ഇതില് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, 5 സി എന്ന് പറഞ്ഞിരിക്കുന്നു. അമൃത് റായ് എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ അഞ്ജുവിന്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ളവരെല്ലാവരും എന്താണ്, മനോവൈജ്ഞാനിക ഉപന്യാസക്കാർ തന്നെയാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അഭിനവ് സി എന്ന് പറയുന്നു, അപർണ സി എന്ന് പറയുന്നു, സനൈ സി എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഇനി ശരിയാണോ നോക്കാം. കറക്റ്റ് ആണ്, അമൃതറായാണ്. ബാക്കി ജൈനേന്ദ്ര അഗ്നി, ഇലാചന്ദ്ര ജോഷിയല്ല, മനോവൈജ്ഞാനിക് ഉപന്യാസക്കാരാണ്. അമൃതറായ് ഒരു സാമാജിക് ഉപന്യാസക്കാരാണ്. ഇനി 18ാമത്തെ ചോദ്യം, ഗോദ് और अंतिम आकांक्षा के लेखक कौन है? അപ്പൊ ഗോദിന്റെയും അതുപോലെ അന്തിം ആകാംക്ഷ അതിന്റെ എല്ലാം ലേഖകൻ ആരെന്നാണ് ചോദ്യം. ഗോദ് और अंतिम ആകാംക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞു അന്തിം ആകാംക്ഷയുടെ ആള് ആരാണെന്ന് പറഞ്ഞു. ഇനി ഓപ്ഷൻസ് നോക്കാം. രാധിക രമൺ പ്രസാദ് സിംഗ്, ഭഗവതി പ്രസാദ് വാജ്പേയി, സിയാറാം ശരൺ ഗുപ്ത്, രാധാകൃഷ്ണദാസ്. അപ്പൊ ഈ 4 പേരിലെ ആരാണ് ഗോദും അന്തിം ആകാംക്ഷയുടെയും ലേഖകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സിയാറാം ശരൺ ഗുപ്ത്. അപ്പൊ സിയാറാം ശരൺ ഗുപ്തിന്റെ ആണ് എന്ത്, ഗോദും അതുപോലെ അന്തിം ആകാംക്ഷ എന്ന 2 നോവലുകള്. അപ്പോൾ സിയാറാം ശരൺ ഗുപ്തയുടെ നോവലുകളാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ലെ. അപ്പോ 19ാമത്തെ ചോദ്യം എന്താണ്? സത്തി മയ്യ കാ ചോര കിസ് ദൃഷ്ടികോൺ സെ ലിഖാ ഗയ ഉപന്യാസ് ഹെ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സത്തി മയ്യ കാ ചോര എന്നത് കിസ് ദൃഷ്ടികോൺ സെ ലിഖാ ഗയ ഉപന്യാസ് ഹെ. അപ്പൊ ഈ സത്തി മയ്യ കാ ചോര ഏത് ഇതിൽ വരുന്ന നോവല് ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതില് ഗാന്ധിവാദി ഉണ്ട്, അസ്തിത്വവാദി ഉണ്ട്, മാർക്സ്വാദി ഉണ്ട്, വ്യക്തിവാദി ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, 19ാമത്തെ ചോദ്യം മാർക്ക് ചെയ്യുക. ഓക്കെ, 19ാം ചോദ്യത്തിന് വെയിറ്റ് ചെയ്യാണ്. സത്യമയ്യ കാ ചോര. അപ്പൊ ഈ സത്യമയ്യ കാ ചോര ആരുടെ നോവലാണെന്ന് അറിയാമോ? സത്യമയ്യ കാ ചോര ആക്ച്വലി ഭൈരവ് പ്രസാദ് ഗുപ്തിന്റെ ഒരു നോവലാണ്. ഭൈരവ് പ്രസാദ് ഗുപ്തിന്റെ നോവലാണ് എന്ത്, സത്യമയ്യ കാ ചോര എന്ന് പറയുന്നത്. ഓക്കെ, 19ാമത്തെ സി എന്നാണ് മാർക്ക് ചെയ്തത്. മാർക്സ്വാദി ആരൊക്കെയാണ്? അപർണയുണ്ട്, അഭിനവ് ഉണ്ട്, അഞ്ജു ലളിതയുണ്ട്. അഭിനവ് അതെ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കാം, കറക്റ്റ് ആണ്, മാർക്സ്വാദിയാണ് അല്ലെ. മാർക്സ്വാദി ദൃഷ്ടികോണാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്, സത്യമയ്യ കാ ചോര. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 20ാമത്തെ ചോദ്യം ഇതാണ്, മൈല ആഞ്ചൽ കിസ് പ്രകാർ കാ ഉപന്യാസ് ഹെ? മൈല ആഞ്ചൽ കിസ് പ്രകാർ കാ ഉപന്യാസ് ഹെ, സാമാജികാണെന്നൊക്കെ ആയിരിക്കും. നോക്കാം, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഐതിഹാസിക്, സാമാജിക്, രാജനീതിക്, ആഞ്ചലിക്. അപ്പൊ ഇതില് ഏതാണ് മൈല ആഞ്ചൽ എന്നത്, ഏത് ഇതിൽ വരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വേഗം നോക്കിയിട്ട് എന്ത് ചെയ്യാ, പറയുക. അപ്പൊ മൈല ആഞ്ചൽ അല്ലെ. അപ്പൊ ഇവിടെ നന്ദന സി എന്ന് പറഞ്ഞു, രാജനീതിക് എന്നാണോ? അപ്പൊ 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് വേണ്ടത്. ഡി എന്ന അഖില പറഞ്ഞിരിക്കുന്നു, അത് ആഞ്ചലികാണ്. അത് തന്നെയാണ് ഉത്തരം എന്ന് നമുക്ക് നോക്കാം. നന്ദന ഡി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഓപ്ഷൻസ് ഇവിടെ എന്താണ്? ഐതിഹാസിക് ഉണ്ട്, സാമാജിക് ഉണ്ട്, രാജനീതിക് ഉണ്ട്, ആഞ്ചലിക് ഉണ്ട്. ഇതില് ഏതാണ് മൈല ആഞ്ചൽ?
കറക്റ്റാണ്. അഭിനവും പറഞ്ഞു അത്. ആഞ്ചലികാണ്. ഏൻഷ്യൻ അല്ലേ? ഏൻഷ്യൻ അല്ല. അപ്പൊ ആഞ്ചലിക് ഉപന്യാസ് കെ എന്ന് മൈലാഞ്ചൽ ആരുടെയാണ്? ഫനീശ്വർനാഥ് രേണുക ഉപന്യാസ്. അപ്പൊ 1954 അല്ലെ? അതായത് 1954 അല്ലെ? 1954 പബ്ലിഷ് ആവുന്നത്. അതുപോലെ എന്താണ് ഇത് ഏത് ഗ്രാമത്തെ കുറിച്ചാണ്? ആഞ്ചലികൾ എപ്പോഴും ഗ്രാമങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് അല്ലേ? അപ്പോ ആഞ്ചലികാണ് ശരിയായ ഉത്തരം. അപ്പൊ മൈലാഞ്ചലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? 1954 ഫണീശ്വർനാഥ് രേണുവിന്റെയാണ്. അപ്പോ ഗ്രാമം ഏതാണ്? പൂർണിയ ജില്ലയ്ക്ക് മേരിഗഞ്ച്. മേരിഗഞ്ച് എന്ന ഗ്രാമമാണ് ഇതില് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മേരിഗഞ്ച് പൂർണിയ ജില്ലയ്ക്ക് മേരിഗഞ്ച് എന്ന ഗ്രാമത്തിലാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഹിന്ദി ഉപന്യാസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോ നിങ്ങള് ഇതിപ്പോ കേട്ടറ്റ് K4ന്റെ ലൈവാണ്. ഇതും ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇതും റെഫർ ചെയ്യാവുന്നതാണ് എന്തായാലും. പക്ഷേ HSC ആകുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ എനിവേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇതുവരെ ഇരുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ. അപ്പോ നമ്മുടെ ലൈവ് സെഷൻ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കേട്ടിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതാൻ കഴിയട്ടെ. ഇനിയും നമ്മൾ എന്താണ് ഓരോ മൊഡ്യൂൾ അനുസരിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലെ നോട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്തിരിക്കുക. ഓക്കെ. അതുവരേക്കും ഗുഡ്